الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഗുരുതരമായ ചില തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ചെറിയ തെറ്റുകളല്ല, വലിയ തെറ്റുകളാണ് സംഭവിച്ചത്. ഞാൻ ആ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞ എനിക്ക് ഫഹല്ലി മിൻ തൗബ, എനിക്ക് അല്ലാഹു പൂർണ്ണമായും പാപമോചനം നൽകുമോ? ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? കാരണം ചെറിയ തെറ്റുകളല്ല നബിയെ, അസബത്തു ദംബൻ അദീമ, ഗുരുതരമായ തെറ്റാ സംഭവിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യുക മാത്രം മതിയോ, വേറെന്തെങ്കിലും ചെയ്യണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ലക മിൻ ഉമ്മിൻ, നിന്റെ വീട്ടിൽ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മ വാപ്പയുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാലല്ല നബിയെ, ഉമ്മ മരിച്ചുകണ്, ഉമ്മയും വാപ്പിയില്ല. പ്രവാചകൻ ചോദിച്ചു, ഹല്ലക മിൻ ഖാലത്തിൻ, ഉമ്മാന്റെ ഏട്ടത്തി അഞ്ചത്തിയോ വീട്ടിലുണ്ടോ, കുടുംബത്തിലുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹ്, ഏട്ടത്തി അനിയത്തിയും വീട്ടിലുണ്ട് ഉമ്മാന്റെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബിർറഹ, എങ്കിൽ അവർക്ക് പുണ്യം ചെയ്തോ, എങ്കിൽ അള്ളാഹു നിന്റെ വലിയ പാപങ്ങൾ പുറത്തു തരും. സഹോദരങ്ങളെ, ലോകത്ത് അള്ളയും റസൂലും കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ കടമ ആരോടാണ് എന്നും അതെങ്ങനെയാണ് എന്നും ബോധ്യപ്പെടുത്തി തരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്ന ഏറ്റവും മനോഹരമായ സാരോപദേശമാണ് ഈ വാചനത്തിലുള്ളത്. വലിയ പാപം ചെയ്ത ഒരു മനുഷ്യനോട് പ്രവാചകൻ പറയാൻ, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക മാത്രം പോരാ, വലിയ പാപങ്ങൾ പൊറുക്കാൻ വലിയ നന്മകൾ ചെയ്യണം. ആ വലിയ നന്മ അവനാന്റെ വാപ്പാനും ഇമ്മാനും നല്ലപോലെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുകൂടി ചെയ്യുമ്പോഴാണ് പടച്ചോന്റെ തൃപ്തി നിനക്കുണ്ടാവുക കേട്ടോ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിൽ പോലും നമ്മൾക്ക് മനസ്സിൽ ആശങ്കയോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണല്ലോ അള്ളാഹിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ ലോകത്തെ ഏറ്റവും ഗൗരവമുള്ള കാര്യം പറയുന്നതിനോട് ചേർത്തി പടച്ചോൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ വാപ്പാന്റെ ഇമ്മാന്റെയും കാര്യം. അഅ്ബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം. ആരാധന പടച്ചോനോട് മാത്രമേ പാടുള്ളൂ, അതിൽ ശിർക്കുണ്ടാകാൻ പാടില്ല. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം. വബിൽ വാലിദൈനി ഇഹ്സാന, അതോടൊപ്പം അല്ലാഹ് ചേർത്ത് പറയണ വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണം എന്ന കാര്യം നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം രസങ്ങളെ? അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ശിർക്ക് ചെയ്യരുത് എന്ന വിഷയത്തിൽ നമുക്ക് എത്ര ശ്രദ്ധയുണ്ടോ, എത്ര ജാഗ്രതയുണ്ടോ, എത്രമാത്രം ഗൗരവത്തിൽ നമ്മൾ ആൾക്കാരോട് പറയുന്നുണ്ടോ, അതേ ഗൗരവത്തിലും അതേ ജാഗ്രതയിലും അതേ ശ്രദ്ധയിലും വാപ്പാന്റെ ഇമ്മാന്റെയും വിഷയത്തിലും നിങ്ങൾക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ ഉണ്ടാകണം കേട്ടോ. സഹോദരങ്ങളെ, ആ വാപ്പാന്റെ ഇമ്മാന്റെയും വിഷയത്തിൽ അതിനേക്കാൾ വലുതായി അവനാന്റെ ഇഷ്ടങ്ങളോ അവനാന്റെ ജോലിയോ അവനവന്റെ ആഗ്രഹങ്ങളോ അവനവന്റെ യാത്രയോ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ
നമ്മൾക്ക് സുപരിചിതമായ 23-ാമത്തെ ആയത്തിലൂടെ, സുപരിചിതമായ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും ഞാനും നിങ്ങളും നിൽക്കേണ്ടത്, എങ്ങനെയാണ് നിൽക്കാൻ പാടില്ലാത്തത്, എങ്ങനെ നിന്നാലാണ് സ്വർഗം കിട്ടുക, എങ്ങനെ നിന്നാലാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നത് മക്കളായ നമ്മളോട് നമ്മുടെ വാപ്പാന്റെ ഇമ്മാന്റെ വിഷയത്തിൽ അള്ളാഹ് നമ്മളോട് പറയാണ്. സുപരിചിതമായ ആയത്താണ്. വഖലാ റബ്ബുക്, അല്ലാഹു ഇദാ വിധിച്ചിരിക്കുന്നു. ആ പദപ്രയോഗം ശ്രദ്ധിക്കണം. ഖുർആനിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ അള്ളാഹ് ഇങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളൂ. വഖലാ എന്ന് പറയുന്നത് ഖാലി, ജഡ്ജി. വഖലാ, അല്ലാഹു ഇദാ സീല് വെച്ചു, വിധി പ്രഖ്യാപിച്ചു. ഇനി അതിന് മാറ്റാൻ പറ്റൂല. അള്ളാഹ് പ്രഖ്യാപിച്ചു. ഇനി മനുഷ്യന്മാർക്കിടയിൽ ചർച്ച പാടില്ല. സാഹചര്യം മാറിയാൽ ഈ വിധിയിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടുണ്ടോ, ചർച്ച പോലും പാടില്ല. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, പടച്ചോനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഇബാദത്ത് മുഴുവൻ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന വിഷയത്തിൽ ചർച്ച തന്നെ പാടില്ല. ഉടൻ അള്ളാന്റെ വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാന, വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണമെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് രണ്ടാമത്തൊരഭിപ്രായം ചർച്ചക്ക് പോലും വരാൻ പാടില്ല. എന്താണ് പറയുന്ന അർത്ഥം അറിയോ? എന്റെ വാപ്പ എന്നെ ഇട്ടുപോയി, നോക്കിയില്ല. എന്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ നോക്കിയത്. എന്റെ വാപ്പാക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയും, തിരിഞ്ഞു നോക്കിയില്ല വാപ്പ. ആ വാപ്പാക്ക് 80 വയസ്സായപ്പം രണ്ടാമത് വാപ്പ വിവാഹം കഴിപ്പിച്ച വീട്ടിലെ മുഴുവൻ ആൾക്കാരും വാപ്പാൻ ഒഴിവാക്കി. വാപ്പ ദരിദ്രവാസിയായി ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നുള്ളത് മകനായ ഞാൻ അറിഞ്ഞാൽ, എന്നെ ഉപദ്രവിച്ച വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ വാപ്പാക്ക് ഞാൻ ചെയ്യേണ്ട കടമ ചെയ്യണം എന്ന വിഷയത്തിൽ അങ്ങാടിക്കാട് അഭിപ്രായം നീ സ്വീകരിക്കാൻ പാടില്ല. ഉമ്മാന്റെ അഭിപ്രായം ആ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല. ഏട്ടന്റെ അനിയന്റെ അഭിപ്രായം നീ സ്വീകരിക്കാൻ പാടില്ല. ഒരു പറയും, ഇട്ടുപോയ വാപ്പാനും ഇട്ടുപോയ ഉമ്മാനും നോക്കണ്ടട്ടടാ, അത് നാട്ടിലെ നിയമമാണ്, അള്ളാന്റെ നിയമല്ല. ബാപ്പയും ഉമ്മയും നമ്മളെ ഇങ്ങോട്ട് നോക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ പടച്ചോൻ പരലോകത്ത് അവർക്ക് കൊടുക്കുമെന്നല്ലാതെ ബാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ, അവരോടുള്ള കടമയിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചക്കും ഇസ്ലാമിൽ സ്കോപ്പില്ല. മരിച്ചുപോയ വാപ്പാണ്ടുമ്മാടും എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന മതനിയമം പാലിക്കുന്നതിലും രണ്ടാമത് ലോകത്ത് ചർച്ച പാടില്ല. ഇതാണ് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അല്ലാഹ് അവിടെ പറഞ്ഞ വാചകം എന്താ അറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന. ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. എന്താണ് നന്മ ചെയ്യുക, ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയോ? ഒറ്റ വാചകത്തിൽ പറയണം, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും എന്താണോ ആവശ്യം അത് ഞാൻ ചെയ്തു കൊടുക്കലാണ് അവരോട് കാണിക്കേണ്ട ഇഹ്സാൻ. എന്തല്ലാന്നറിയോ? എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയതുമായ കാര്യം അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കലല്ല ഇഹ്സാൻ. അല്ല, എന്റെ വാപ്പാക്ക് എന്റെ വീട്ടിൽ നിൽക്കണം എന്നാണ് പൂതിയെങ്കിൽ അത് ചെയ്തു കൊടുക്കലാണ് ഇഹ്സാൻ. അത് ചിലപ്പോൾ എന്റെ കൂടെയുള്ള യാത്രയാകാം, എന്റെ വീട്ടിലെ താമസമാകാം, എന്റെ മാസത്തിൽ വാപ്പാക്ക് എന്തെങ്കിലും എന്റെ കഴിവനുസരിച്ച് എന്തെങ്കിലും കൊടുക്കലാകാം, വാപ്പാനെ എവിടേക്കെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകലാകാം, മാസത്തിലൊരിക്കൽ വാപ്പാന്റെ പെങ്ങന്മാരെ വീട്ടിൽ കൂടെ പോകലാകാം. ഇനി ഉമ്മയുടെ ജീവിതത്തിൽ ഉമ്മാക്ക് അസുഖം വരുമ്പോൾ ഉമ്മ സ്ഥിരമായി വാങ്ങാറുള്ള ഒരു കുഴമ്പ് വാങ്ങിക്കൊടുക്കലാകാം, 2 റുപ്യന്റെ പാരാസെറ്റാമോളാകാം. എന്താണോ വാപ്പാക്കും ഉമ്മാക്കും ആവശ്യം അത് വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കലാണ് ഇഹ്സാൻ. അത് കണ്ടറിയുക എന്നുള്ളതാണ് 35, 25, 50 വയസ്സുള്ള മക്കളായ നമ്മുടെ ബാധ്യത. അത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. എന്താണോ വാപ്പാക്കും ഉമ്മാക്കും ആവശ്യം അത് ചെയ്തു കൊടുക്കുക. ഇവിടെ ഖുർആന്റെ വാക്ക്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. 3 കാര്യങ്ങൾ ഒന്നിച്ചല്ല പറയാൻ. വാപ്പാക്കുമ്മാക്കും പ്രായായി, ആ പ്രയോഗം ശ്രദ്ധിക്കണം കേട്ടോ. വാപ്പാക്കുമ്മാക്കും പ്രായായി, ആ വാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ അവർക്ക് മനസ്സിന് വിഷമുണ്ടാക്കുന്ന വാക്ക് എന്ന് പോലും എന്നതിന്റെ ആശയതാണ്. സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാക്ക്, തർക്കിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ പറയരുത്. എന്തുകൊണ്ടായിരിക്കും സഹോദരങ്ങളെ പ്രായമായ മാതാപിതാക്കളോട് നിങ്ങൾ അങ്ങനെ പറയരുതെന്ന് പറയാൻ കാരണം? ബാക്കിയുള്ള മാതാപിതാക്കളോട് പറയാന്നാണോ? അല്ല, പിന്നെയോ എന്റെ നിങ്ങളും ബാപ്പാർക്ക് പ്രായമാകുമ്പം, ഉമ്മാർക്ക് പ്രായമാകുമ്പം ഞാനും എന്റെ ബാപ്പയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും.
ചിന്താഗതിയിൽ മാറ്റമുണ്ടാകും, ഇഷ്ടങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും, തീരുമാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ ബാപ്പാക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, ബാപ്പ പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഞാനൊരു കാര്യം തീരുമാനിക്കും, ബാപ്പ എന്റെ മോൾക്ക് പറയും, ഇമ്മ ഇതിന് വേറെ സപ്പോർട്ട് ചെയ്യും. സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ വാക്കെന്തറിയോ? ബാപ്പയും ഉമ്മയും പ്രായമാകുമ്പോൾ നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോഴും ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ ഫലാ തൽഹൻഹുമാ, അവർക്ക് സങ്കടമുണ്ടാക്കണ. എന്നാലും എന്റെ കുട്ടിനോട് അങ്ങനെ പറഞ്ഞല്ലോ, പടച്ചോനെ ഓനോട് ആൾക്കാരുടെ അങ്ങനെ വർത്താനം പറഞ്ഞല്ലോ, ഞാനോനെ നൊന്ത് പ്രസവിച്ച അമ്മയല്ലേ, ഞാനോനെ കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പയല്ലേ, ഓൻ എന്തിനാ എന്നോടങ്ങനെ പറഞ്ഞത്, എന്തേ ഓനോടങ്ങനെ കയർത്ത് സംസാരിക്കാൻ കാരണം എന്ന് തോന്നുന്നൊരു വാചകം വിശ്വാസികളെ നമ്മുടെ നാവിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് അന്തണ്ടമ്മ, നിങ്ങൾക്ക് അന്തണ്ട വാപ്പ, നിങ്ങളെന്ത് പൊട്ടത്തരാണ് ഈ പറയണത്, നിങ്ങളൊന്ന് ചലക്കാതൊക്കോ തൊള്ളൊന്ന് പൂട്ടോ, ഇമ്മാരി വാക്കുണ്ടല്ലോ സോങ്ങളെ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമല്ലാതെ ഉപയോഗിക്കണത്. നിങ്ങളൊക്കെ എന്തൊരു കാര്യത്തിൽ എന്ത് അന്തണ്ടായിട്ടാ വർത്താനം പറയണത്? നിങ്ങൾ എന്നെ സ്നേഹിച്ചിക്കണോ? നിങ്ങൾക്കല്ലെങ്കിൽ എന്നെ 2ാം നമ്പറായിട്ട് കാണലല്ലേ പരിപാടി? നിങ്ങൾക്ക് എന്നെ ചെറുപ്പത്ത് കൊന്നൂടേനിയോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇട്ടു പോന്നൂടേനിയോ? നിങ്ങൾ എന്ത് തന്തിൻ തള്ളയാണ്? നമ്മുടെ നാവെന്ന് വരുന്ന വാക്കുകളാണിത്. അള്ള പറയാണ് ആ വാചകത്തെ പറ്റി, പ്രവാചകന്റെ വാക്കെന്താണ്? മിനൽ കബായിരി, വൻപാപങ്ങൾ 7 മാത്രല്ല, അതിന്റെ പുറമെ എണ്ണീക്കുന്ന വൻപാപങ്ങൾ വേറെയും. മിനൽ കബായിരി, വൻപാപത്തിൽപ്പെട്ടതാണ് മനുഷ്യത്തമവാലിതൈ, ബാപ്പാക്കുമ്മാക്കും നെഞ്ചത്തിലൂടെ ചോരയിറങ്ങണ വാചകം പറയണത്. എന്റെ കുട്ടിന്നാലും എന്നോട് പറഞ്ഞല്ലോ, ഞാനൊരു പുറത്തിറക്ക, പക്ഷെ മനസ്സൊന്നും ഇങ്ങോട്ട് പോണില്ല എന്ന് നമ്മളെ കുറിച്ച് നമ്മളെ വാപ്പിമ്യം പറഞ്ഞൊരു വാചകം ഉണ്ടാൻ പാടില്ല. അങ്ങാടിയിൽ തർക്കിക്കണ പോലെ, സോഷ്യൽ മീഡിയയിൽ ചെക്കന്മാരോടും എതിർ പാർട്ടിക്കാരോടും തർക്കിക്കണ പോലെ, അവനാന്റെ കൂട്ടാരുടെ ഓഫീസിലത്തെ ആൾക്കാരോട് ന്യായാന്യായം പറഞ്ഞു പോയി തർക്കിച്ചിട്ട്, അതേപോലെ ന്യായവും എതിർവാദവും വെച്ചിട്ട് തർക്കിക്കുന്ന സ്വഭാവം ഒരു മുസ്ലിമിനെ ബാപ്പാടും പാടും പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. സങ്ങളെ, ബാപ്പ എന്ന് വിളിക്കുന്ന കൂലുണ്ട്, ഉമ്മച്ചേ എന്ന് വിളിക്കുന്ന കൂലുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാന്ന് പറയുന്ന കൂലുണ്ട്. കൂട്ടരെ, സഹാബാക്കളെ, മാതാപിതാക്കളോട് സംസാരിക്കണം. നമ്മൾ ചരിത്ര സീറയൊന്ന് വായിച്ചാൽ മതി. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, റബീഅത്ത് ബിൻ ഖഅബ് റളിയല്ലാഹു അൻഹു, സഹാബാക്കൾ ഉമ്മാന്റെ മുന്നിൽ നിൽക്കും, ബാപ്പന്റെ മുന്നിൽ നിൽക്കും. താഴ്മയോടെ വിനയത്തോടെ ബാപ്പ പറഞ്ഞൊരു വാചകം കേട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാൻ കഴിയാത്ത പിതാക്കന്മാരെ സഹാബാക്കൾ എന്താ ചെയ്യലറിയോ? നടക്കാൻ കഴിയാത്തവരെ പിടിച്ച് ഉംറ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം ഷോൾഡറിൽ വാപ്പാനിമ്മാനും വഹിച്ചിട്ട് തവാഫ് പൂർത്തീകരിച്ചു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾ ചിലരോട് വാപ്പാനെ കാണണമെന്ന് പറയുമ്പം ബാപ്പാനെയും ഷോൾഡറിൽ വഹിച്ച് നടക്കാൻ കഴിയാത്ത കിതപ്പുള്ള വാപ്പാനും കൊണ്ട് നബിന്റെ സദസ്സിലേക്ക് വന്ന 100 കണക്കിന് സംഭവങ്ങൾ കാണാം. സോങ്ങളെ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തീരുമാനം എന്താ അറിയോ? എന്റെ വാചകം കൊണ്ട്, എന്റെ സംസാരം കൊണ്ട് എന്റെ വാപ്പാക്കുമ്മാക്കും സങ്കടം ഉണ്ടാകാൻ പാടില്ല. ബാക്കി ആർക്കുണ്ടായാലും ഉണ്ടാകണം എന്നല്ലട്ട് പറഞ്ഞ് അവർക്കുണ്ടാകാൻ പാടില്ല. അത് ഖുർആന്റെ നസ്വാണ്, ഖുർആന്റെ അടിത്തറയാണിത്. നിങ്ങളുടെ അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹു നമ്മളോട് പറഞ്ഞ വാക്കാണ്. എന്തെന്നറിയോ? അവരോട് നിങ്ങൾ പിന്നെ എങ്ങനെ പെരുമാറണം. വിശ്വാസികളെ, വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ കൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം. എന്താണ് ആ വാചകം? മകനായ ഞാൻ, നമ്മൾ ബാക്കി ആരും, ഞാൻ ഇവിടെ ഇരിക്കണതിൽ മൂത്തോരുണ്ടാവും, രണ്ടാമത്തോണ്ടാവും, പെങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഓരോരുത്തരോട് പറയാൻ, ബാക്കി ആരെയും നിങ്ങൾ നോക്കരുത്. ജേട്ടനോട് പറയാൻ, അനിയന്മാരെ നോക്കരുത്, ഓനോന്റെ പെണ്ണുങ്ങൾ നോക്കരുത്. അനിയന്മാരെ, നിങ്ങൾ ഇക്കാക്കാനും ബാക്കികൾ നോക്കരുത്. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. ബാപ്പാണ്ട് മാടി നമ്മൾ പറയണം, ബാപ്പമ്മ നിങ്ങളൊപ്പം ഞാനുണ്ട്, നിങ്ങളൊപ്പം ഞാനുണ്ട്, കുടുംബമുണ്ട്, ഇങ്ങളെ ഞാൻ വഴിയാധാരാക്കൂല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ബാപ്പമ്മ പറഞ്ഞോളി, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാതിരി ഞാൻ ചെയ്തോളാം. ബാക്കിയുള്ളവർ ആശുപത്രി കൊണ്ടുപോകുമോ, ഓല പെരിയിൽ പോയി നിൽക്കാൻ കൊണ്ട് കഴിയോ, അതൊന്നും ചിലപ്പോൾ എന്നെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും മരിക്കും വരെ അവിടെ നിൽക്കണോ, ഞാൻ നോക്കാം. ആശുപത്രി പോകണോ, ഞാൻ നോക്കാം. ചെങ്ങൈമാരെടുത്ത് പോകണോ, ഞാൻ നോക്കാം. മരുന്ന് വാങ്ങണോ, ഞാൻ നോക്കാം. ഡ്രസ്സ് വാങ്ങണോ, ഞാൻ നോക്കാം. ബാപ്പ അമ്മ ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ഞാൻ ചെയ്യാം എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണം. അപ്പൊ എന്തുണ്ടാവും അറിയോ? പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴേ പെണ്ണുങ്ങളും കുട്ടികളും കൊണ്ടുപോയിട്ട് മാത്രം പോകൂല. പെണ്ണുങ്ങളും കുട്ടികളും കൊണ്ടുപോകും, ഓൽക്ക് അവിടുന്ന് ഡ്രസ്സ് എടുത്തു കൊടുക്കും.
എന്നിട്ട് ഉമ്മാക്ക് വേണ്ട മാക്സിം ഉമ്മാക്ക് വേണ്ട പർദ്ദയും നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഉമ്മാക്ക് വന്ന് കൊണ്ടുവന്ന് കൊടുക്കും. ബാപ്പാക്കുള്ള വെള്ള ഷർട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ബാപ്പാനിമ്മാൻ എന്തേ കൊണ്ടുപോയാല് കൊണ്ടുപോവില്ല, അത് നിൽക്കണം, അത് അവസാനിക്കണം. ചിലപ്പോ നമ്മൾ ചോദിച്ചമ്മ പറയും, എടാ ഈ കൊണ്ടുവന്നാ മതി. ചോദിക്കെങ്കിലും വേണ്ടേ, ചോദിക്കെങ്കിലും വേണ്ടേ? നമ്മളെ കുടുംബത്തെയും കൊണ്ടുപോകുമ്പോ ബാപ്പാണ്ടുമാണ് ചോദിക്കണ്ടേ? ബാപ്പാണ്ടുമാണ് പറയണം, വരി ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്, നിങ്ങളും കൂടി കയറണം. ഇല്ലടാ നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ കൊണ്ടുവരുന്ന എനിക്ക് മതി, പോരാ നിങ്ങൾ വരണം. അത് പറയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. നമ്മളെ വീട് തറക്കല്ലിടുമ്പോ നമ്മളെ വാപ്പാനമ്മക്കെ കൊണ്ട് ഉമ്മാനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണ്ടേ. അതിൽ വേറൊരു ഉസ്താദും വരണ്ട, വേറൊരാളും വരണ്ട, വാപ്പിമ്മയാണ് തുടക്കം കുറിക്കണ്ടേ. ഞാൻ പുതിയ വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിൽ ആര് കയറിയാലും കുഴപ്പമില്ല, ഇസ്ലാമിന് പ്രത്യേകിച്ച് ഇന്നോല് കയറണമെന്നില്ല. പക്ഷെ ബാപ്പാണ്ടുമാണ്, ബാപ്പ അമ്മ നിങ്ങളാണ് എന്നെ വളർത്തി വലുതാക്കി, നിങ്ങൾ എന്നെ ബിസ്മിൻ ചൊല്ലി തുടങ്ങി, നിങ്ങളെ ബേക്കറി അങ്ങനെയുണ്ട്, അത് അവർക്കൊക്കെ ആദരവാണ്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. എന്റെ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുന്നിലുണ്ടാണ്ടിയ വാപ്പയാണ്. എനിക്കൊരു അവാർഡ് വാങ്ങുമ്പം ഞാൻ ആ അവാർഡ് സദസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ സ്റ്റേജുമ്മ ഞാൻ കേറ്റേണ്ട എന്റെ വാപ്പാനിമ്മാനിയാണ്. ഇതാണ് വഖ്ഫിദ് ലഹുമാ ജനാഹൽ മിനർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ. ബാപ്പാനിമ്മാന് ഞാൻ ഒരു പുതിയ വണ്ടി വാങ്ങുമ്പം ആ വണ്ടിന്റെ മുന്നത്തെ സീറ്റിന്റെ ബാപ്പാക്കും മാക്കുള്ളതാണ്. എന്റെ വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ ആളുകൾ കാണുന്നിടത്ത് ഞാൻ കുഷ്യനുള്ള ഒരു കസാരട്ട് ഇരുത്തേണ്ട എന്റെ ബാപ്പാനിമ്മാനെയാണ്. എന്റെ വീട്ടിൽ ചർച്ച വരുമ്പം ആ ചർച്ചയ്ക്ക് വേണ്ടി ഗസ്റ്റാണ് വരുമ്പം ഞാൻ അവിടുത്തെ മുഴുവൻ റൂമും എന്റെ മുഴുവൻ സൗകര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇതിന്റെ വാപ്പയാട്ടോ, കള്ളിത്തുണി ഉണ്ടാവും, ബനിയനുണ്ടാവും, അതിന്റെ വാപ്പയാണ്. ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ മാത്രം ഇത്രയും വിവരമുണ്ടാക്കിയത് പട്ടിണി കിടന്നിന്റെ വാപ്പ നയിച്ചുണ്ടാക്കിയതാണ്. ഇതിന്റെ വാപ്പയാട്ടോ. അടുക്കളയിൽ ഒരു ഉമ്മ നിങ്ങൾക്ക് ചിലപ്പോ കാണുമ്പം ഒരു വര വരച്ച പോലെ ചിലപ്പം അത്രയേ മെലിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അമ്മാന്റെ അധ്വാനാണ് കേട്ടോ ഞാനിതുവരെ എത്തിയത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് നമ്മളെ തടിച്ചുരുണ്ട മക്കളെയും നമ്മുടെ സൗന്ദര്യമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണിച്ചു കൊടുക്കണം. അപ്പറേ നമ്മുടെ ബാപ്പാനിമാനി കാണിച്ചു കൊടുക്കണം. അതാണ് വഖ്ഫിദ് ലഹുമാ ജനാഹൽ മിനർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അല്ലാഹു പറഞ്ഞു പ്രാർത്ഥിക്കണം. വഖുൽ എന്നും പ്രാർത്ഥിക്കണം. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചോനെ എനിക്ക് എന്റെ വാപ്പാനിമാനി ശരിക്കറിയാം. നട്ടുച്ചക്കും നട്ടപ്പാതിരക്കും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാത്ത കാലത്തും ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പറമ്പിലും തോടുകളിലും പുഴകളിലും കാടുകളിലും ഗൾഫ് നാടുകളിലും പോയി കഠിനാധ്വാനം ചെയ്തവർ. പടച്ചോനെ കൈയിങ്ങനെ പൊട്ടിയിട്ട് അതിനുള്ളിൽ കൂടെ പഴുപ്പ് വന്ന അമ്മാൻ എനിക്ക് കണ്ടുകിണ്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ആ പഴുത്ത കൈകളും വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയ അമ്മാൻ എനിക്ക് ഓർമ്മയുണ്ട്. പടച്ചോനെ കൂലിപ്പണിയെടുത്ത് വീട്ടിക്ക് വന്നിട്ട് തളർന്നിട്ട് നാടിനെ കൊണ്ട് പണിക്ക് പോകാൻ കഴിയൂല എന്നാ തോന്നുന്നത്. എന്താണ് കാണിക്കുന്നത് ചോദിക്കുമ്പം സാരല്ല കുട്ടിയാൾക്ക് പഠിക്കണ്ടേ പോകുക എന്ന് പറഞ്ഞിട്ട് ശരീരം വിറക്കുമ്പോഴും വിയർപ്പൊലിക്കുമ്പോഴും കണ്ണിലേക്ക് ഇരുട്ട് കയറുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ബാപ്പാനിമ്മാനും ഓർമ്മണ്ട്. പടച്ചോനെ മദ്രസയ്ക്ക് പോയിട്ട് അലിഫും ബാവും പഠിക്കണതിന് മുന്ന് ബാപ്പാന്നും ഉമ്മാന്നും ഭക്ഷണമെന്നും ആപ്പിളെന്നും 10,000-ത്തിലധികം വാക്കുകൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പഠിക്കുന്നതാണ്. അത് മുഴുവൻ പഠിപ്പിച്ച അങ്ങാടിയിലേക്കും പള്ളിയിലേക്കും ഈദ്ഗാഹിലേക്കും ചുമലിലും കൈപിടിച്ചിട്ടും ബൈക്കിലും വാഹനത്തിലും കൊണ്ടുപോയി ഞങ്ങളെ വളർത്തിയ, ഞങ്ങൾ കരയുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി കരഞ്ഞ ഞങ്ങളെ വാപ്പാക്കും വാക്കും നാഥ നീ സ്വർഗം നൽകണമേ, കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് ദീന്, ഇതാണ് മക്കളായ നമ്മൾ ചെയ്യേണ്ടേ. ഇത് ദീന് പറയുമ്പം നമ്മൾ ആലോചിച്ച് നോക്കി പടച്ചോ നമ്മോട് പെരുമാറാൻ വന്ന എങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ പറഞ്ഞെന്താ അറിയോ, ഇങ്ങനെയാണ് ദീനിയായിട്ട് നമ്മൾ ഉണ്ടാകേണ്ടേ. മക്കളെ അവനാന്റെ വാപ്പാനിമാനെ ആലയിക്ക. മക്കൾ എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ഓരോ മക്കളും മുതിർന്നവൻ നമ്മളടക്കം നമ്മളെ വാപ്പാനിമാനെ ആലയിക്കുക. നമ്മുടെ കൂടെ ജീവിക്കണ വാപ്പാക്കും ഉമ്മാക്കും ഈ ഒരു സന്തോഷം നമുക്ക് കൊടുക്കാൻ കഴിയുണ്ടോ? നമ്മൾ ആലോചിക്കണം കേട്ടോ, ശരിക്കും ആലോചിക്കണം. മരിക്കണു മുന്നേ ആലോചിക്കണം. ആര് മരിക്കണു മുന്ന്? ഓര് മരിക്കണിന് മുന്നോ നമ്മൾ മരിക്കണു മുന്നോ? നമ്മുടെ കൂടെ നമ്മുടെ വാപ്പിമ്മയും ജീവിച്ചിട്ട് സന്തോഷവും സമാധാനവും അവർക്ക് കണ്ടെത്താൻ കഴിയണം. എത്ര മക്കളെ കൊല്ലണ സോങ്ങളെ, അടിച്ചു കൊല്ലുക, കഴുത്തില് കയറിട്ട് മുറുക്കി കൊല്ലുക. ചില ആൾക്കാര് ബാപ്പാനിമാനും വീട്ടിൽ നിന്ന് അടിച്ചറക്കുക. ചില മനുഷ്യന്മാർ ഇന്നും ബാപ്പാനുമാടും മിണ്ടിയിട്ടില്ല. എത്ര റമദാൻ കഴിഞ്ഞറിയോ മിണ്ടൂല, സലാം പറയില്ല. കല്യാണത്തിന് സ്വന്തം പേരക്കുട്ടിന്റെ സ്വന്തം മകന്റെ കല്യാണത്തിന് ബാപ്പാനെ വിളിക്കൂല.
എന്നിട്ടിങ്ങനെ വലിയ നോമ്പും നോറ്റ് സംഭവാന്ന് കരുതി ജീവിക്കണ എത്രയോ മനുഷ്യന്മാര്. സൗങ്ങളെ, ബാപ്പാനോടുമ്മാണൊക്കെ തെറ്റിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ മുസ്ലിമായി ജീവിക്കണത്? മാറ്റുണ്ടാകണം. നമ്മുടെ വീട്ടിലെ വൃദ്ധസദനത്തിൽ നമ്മൾ ചിലപ്പം കൊണ്ടേ ആക്കൂല, മനുഷ്യന്മാരെന്താ പറയാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവനവന്റെ വീട്ടിൽ വൃദ്ധസദനങ്ങളെക്കാളും വലിയ ജയിലറകൾ ഒരുക്കി അതിൽ മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഭീഷണിയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന 10,000-കണക്കിന് പാവപ്പെട്ട വാപ്പാരുമാരുണ്ട് എന്നുള്ളത് സത്യമാണ്. അവനാന്റെ വീട്ടിൽ തിരിഞ്ഞു നോക്കിയാൽ മതി. പാപ്പാനിമ്മാനും അനങ്ങാനയക്കണില്ല. ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ? ദീനിയായി ജീവിക്കണ പല ആൾക്കാരും സങ്കടതാണ്. ദീനിയായി ജീവിക്കുക, എല്ലാ ഫർളും എല്ലാ സുന്നത്തും എല്ലാ അമലും, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്, എല്ലാ നന്മയുണ്ട്. ആളുകൾക്ക് ദീന് സോഷ്യൽ മീഡിയകൾ വഴി കൈമാറുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവനാന്റെ വാപ്പാന്റെ അടുത്തേക്ക് പോകാൻ നേരല്ല, ഉമ്മാന്റെ കാര്യം നോക്കാൻ നേരല്ല, ബാപ്പിമ്മയൊരു കാര്യം പറഞ്ഞ ചെയ്തു കൊടുക്കാൻ നേരല്ല, ഓരോ ഇഷ്ടം എന്താന്ന് അറിയാൻ നേരല്ല. എന്നിട്ട് വളവനായി ഇങ്ങനെ ജീവിക്കുക. പെരുന്നാക്കൊന്ന് പോവുക, ഒരു 5000 ഉറുപ്പിക പോരുക, എന്നിട്ട് ബാപ്പാന്റെ പോയി സെൽഫി എടുക്കുക, എന്നിട്ട് ആളാകുക. അവനാന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കൂല. സഹോദരങ്ങളെ, എന്തിനാണ് നിസ്കാരം നോമ്പും? ബാപ്പാനിമ്മാനും നോക്കാത്തൊരു മനുഷ്യന്റെ നിസ്കാരം നോമ്പും ഇതിന്റെ വാക്കല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫുഹു, ഒരു മനുഷ്യന് പടച്ചോന്റെ ശാപം ഉണ്ടാകും, നരകണ്ടാകും. എന്നിട്ട് പ്രവാചകന്റെ വാക്ക്, ആർക്കാ നബിയെ അങ്ങനെ ഉണ്ടാകുക? മൻ അദ്റക വാലിദൈ, ഒരാൾക്ക് അല്ലാഹു ബാപ്പാനിമ്മാനും കൊടുത്തു. ഇൻദൽ കിബ്രി അഹദുഹുമാ ഔ കിലാഹുമാ, ബാപ്പാനിമ്മാനെ, പ്രായമായ ബാപ്പാനിമ്മാനെ രണ്ടിലൊരാളെയോ രണ്ടുപേരെയോ കൊടുത്തു. ഫലം യദ്ഖുൽ ജന്ന, അവരെ നോക്കി അവിടെ ഇഷ്ടങ്ങൾ പരിഗണിച്ച് അതിന് സമയമുണ്ടാക്കി ജീവിക്കാതെ ബാക്കി എല്ലാ കാര്യത്തിലും സജീവമായവൻ, അവന് നരകാനുണ്ടാകാൻ നബി പഠിപ്പിച്ചതാണ്. ഭക്തി എന്ന് പറഞ്ഞതേ പടച്ചോന്റെ മുന്നിൽ 4 നേരം 5 നേരം കുമ്പിടല് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് ഹജ്ജിനും ഉംറക്കും പോലെ മാത്രമല്ല, അവനാണ് ജീവിതത്തിൽ നമ്മളെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ വാപ്പാനിമ്മാനും നോക്കാത്ത ഒരാളെ ഹജ്ജും ഒരാളെ ഉംറയും ഒരാളെ നിസ്കാരവും പടച്ചോൻ പരിഗണിക്കൂല. അതുകൊണ്ടാണ് അനിഷ്കുർലി വലിവാലിദൈ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. പോരാ, അല്ലാഹു പറയാൻ വലിവാലിദൈ, ബാപ്പാക്കുമ്മാക്കും നന്ദി കാണിക്കുന്നുണ്ടോ എങ്കിലേ എന്നോട് കാണിച്ച നന്ദി ഞാൻ പരിഗണിക്കൂ. മറ്റൊന്ന്, പൊതുരംഗത്ത് സജീവാൻ, ബാപ്പാനിമ്മാനും മാത്രം നോക്കൂല. നാട്ടിലത്തെ കഷ്ടപ്പെടുന്നവന് നമ്മളെ വക ഫണ്ട്, പഠിക്കാത്തവന് പുസ്തകം, അസുഖമുള്ളവന് മരുന്ന്, കഷ്ടപ്പെടുന്നവന് വീട് വെച്ചെടുക്കുക, നാട്ടിലത്തെ എല്ലാ വിഷയത്തിലും കണ്ണീരൊപ്പാൻ മുന്നിലുണ്ടാകുക, കഷ്ടപ്പെടുന്നവന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുക. ഓരോരുത്തരും വിളിച്ചുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽക്കൊന്ന് പോയി നോക്കണം, അവിടുത്തെ കഷ്ടപ്പാട് കണ്ട കണ്ണ് നിറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ. അതേ അവന് ബാപ്പ കുടിക്കണം മരുന്ന് അറിയില്ലെങ്കിൽ, ഉമ്മാന്റെ അസുഖം അറിയില്ലെങ്കിൽ, ഉമ്മാന്റെ ഒപ്പം ആശുപത്രിക്ക് പോകാൻ അറിയില്ലെങ്കിൽ, ഓന്റെ ജീവിതത്തിൽ ബാപ്പാന്റെ ഒപ്പം ഒരു 10 മിനിറ്റ് ഇരിക്കാൻ അറിയില്ലെങ്കിൽ, ബാപ്പാന്റെ ചങ്ങായിമാരുടെ കൂട്ടത്തിലേക്കൊന്ന് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ, ബാപ്പാന്റെ കുടുംബത്തിൽ കൂടെ ഒന്ന് പോകാൻ അവന് നേരില്ലെങ്കിൽ, അവൻ ആരെ സംരക്ഷിക്കാനാണ്? പരലോകത്ത് കൂലിട്ടാണ്? അല്ല, ഫ്ലെക്സ് ബോർഡിലും പത്രത്തിലും വാർത്തയിലും വരാനാണ്. ഇത് ഞാൻ എന്റെ വാചകമായിട്ട് പറയാൻ അല്ല കൂട്ടരെ, ഞാൻ ഈ പറയുന്ന മുഴുവനും നബി പറഞ്ഞതാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നു. സഹാബി പ്രവാചകനോട് പറഞ്ഞു, ഉബായിഉക അലാ ഹിജ്റത്തിൻ വൽ ജിഹാദ്, നബിയെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനും ഇസ്ലാമിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? അബ്തഗി അൽ അജ്റ മിനല്ലാഹ്, ഞാൻ ഈ ഹിജ്റക്കും അതേപോലെ ജിഹാദിനും പുറപ്പെടുന്നത് പടച്ചോന്റെ മാർഗത്തിൽ നിന്ന് കൂലിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിക്കാട്ടോ, ഫഹല്ലക മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, എടാ വീട്ടിൽ ബാപ്പയമ്മേ രണ്ടിലൊരാൾ ആരെങ്കിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം ബൽ കിലാഹുമാ, നബിയെ രണ്ടുപേരുണ്ട്, ബാപ്പയമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട്. നബിന്റെ വാക്കിട്ടോ. ഹിജറക്കും അതുപോലെ ജിഹാദിനും പോകാൻ വേണ്ടി തയ്യാറായി നിന്ന സഹാബിനോട് നബി ചോദിക്കാൻ, അടുത്ത ചോദ്യം, ഫതബ്തഗി അൽ അജ്റ മിനല്ലാഹി തആല, അനക്ക് അല്ലാഹുവിന്റെ നിന്നുള്ള കൂലിക്ക് വേണ്ടിയിട്ടാണ് പോണത്, ജിഹാദിനൊരുങ്ങിയത്, ഹിജറക്കൊരുങ്ങിയത്? എങ്കിൽ
ഫർജി ഇലാ വാലിദൈക് ഫഹ്സിൻ സുഹബതഹുമാ. വീട്ടിക്ക് പോയാ മതിയടാ, മദീനത്തേക്ക് പോണ്ട. വീട്ടിക്ക് പോയാ മതി. ബാപ്പാനോടും മാണ്ടും മാന്യായിട്ട് നീ അവരോട് സഹവസിച്ചാൽ മതി. അവിടെ ഇഷ്ടത്തോടുകൂടി മരിച്ചാ മതി. പടച്ചവൻ നിനക്ക് ഹജ്ജ് ചെയ്തതിന്റെയും ഉംറ ചെയ്തതിന്റെയും ജിഹാദ് ചെയ്തതിന്റെയും ഹിജറ പോയതിന്റെയും കൂലി പടച്ചോൻ തരും. ആളുകളെ മുഴുവൻ സേവിച്ച് വണ്ടിയിലും വാഹനത്തിലും പോയി അവിടുന്ന് ഇങ്ങനെ കട്ടൗട്ടിലെടുത്ത് അവനാന്റെ ബാപ്പാനിമ്മാനും തിരിഞ്ഞു നോക്കാത്തവൻ കപടനാണ്. കണ്ണുനീരാണ് പ്രശ്നമെങ്കിൽ, സങ്കടമാണ് പ്രശ്നമെങ്കിൽ ആദ്യം പരിഹരിക്കേണ്ടത് വീട്ടിലത്തെ കാര്യമാണ്. ഇത് രണ്ടിലും പെടാത്ത നമ്മളെ പോലത്തെ ആൾക്കാരുണ്ട്. എന്താ അറിയോ? നേരല്ല. എന്തിനു നേരല്ല? ബാപ്പാനിമ്മാനി നോക്കാൻ മാത്രം ദുനിയാവിന് നേരല്ല. ബാപ്പാനിമ്മാനും ആശുപത്രി കൊണ്ടുപോകാൻ എന്താ പറയോ? അഞ്ചൻ വിളിച്ചാണ്ട് നോക്കിയാ അനക്കൊഴിവുണ്ടോ? അപ്പൊ അഞ്ചൻ നേരല്ല. ഏട്ടൻ വിളിച്ചാണ്ട് അനക്കൊഴിവുണ്ടോ? ഓനും നേരല്ല. പെങ്ങൾക്ക് വിളിച്ചാണ്ട് അനക്കൊഴിവുണ്ടോ? ആർക്കുമില്ല. ബാപ്പാനിമ്മാനോട് ഇടുക. കൊണ്ടുപോകുകയാണെങ്കിലോ തട്ടിക്കളിക്ക. 2 മാസം നമ്മളെ പേരിൽ ഇങ്ങോട്ട് 1.5 മാസം കഴിയുമ്പോ ഏട്ടനെ വിളിക്കാട്ടോ. 1.5 മാസം അയക്കണ്, ഇനി 15 ദിവസം കൂടി ഉള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, അവിടെ നിങ്ങൾ വണ്ടി കൊടുത്തേച്ചോ. ആര്യാസം നിങ്ങൾ ചെയ്യണ്? കുട്ടിനെ ചെയ്യോ? അങ്ങനെ അവനാന്റെ കുട്ടിനെ ചെയ്യോ? അവനാന്റെ പെണ്ണുങ്ങളെ ചെയ്യോ? എങ്ങനെ ബാപ്പാനിമാന് മാത്രം ചെയ്യണ്? തോന്നിയാസം മനസ്സ് കയറിയതുകൊണ്ടാണത്. ബാപ്പാനിമാന് ആശുപത്രി കൊണ്ടോ? നേരല്ല. എന്നിട്ട് എന്താ പറയോ? നേരല്ല. ലളിതമായിട്ട് ചോദിക്കാണ്. എന്തിന് നേരല്ല? പെണ്ണുങ്ങളെ കുട്ടിനെ ഇന്ന് വരെ അവനാന്റെ ഭാര്യനും മക്കളെയും വേറെ ആളെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയിപ്പിച്ചിരിക്കുന്നു. ആരെ കൊണ്ടുപോല്? നമ്മൾ കൊണ്ടുപോകുക. 4 കുട്ടികളുണ്ടെങ്കിൽ 4 കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുക. ബാപ്പാനിമ്മാനും കൊണ്ടുപോകാൻ നേരല്ല. ബാക്കിയുള്ളവർക്കൊക്കെ നേരാണ്. ഞാൻ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള മുഴുവൻ ആൾക്കാരോടും ജോലി ചെയ്യണവരോട് നമ്മളെ ജീവിതത്തിൽ ലീവ് എടുത്തിട്ടില്ലേ? ഉണ്ട്. എന്തിനൊക്കെ ലീവ് എടുത്തുകണ്? ടൂർ പോകാൻ ലീവ് എടുത്തുകണ്, കല്യാണത്തിന് ലീവ് എടുത്തുകണ്, ഭാര്യക്ക് ലീവ് എടുത്തുകണ്, ഭാര്യക്ക് വേണ്ടി ഭാര്യന്റെ ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്തുകണ്, മക്കളുടെ ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്തുകണ്. ബാപ്പാന്റെ ഇമ്മാന്റെ ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്ത എത്ര ആൾക്കാരുണ്ടാവും? ബാപ്പ പറയും, എടാ ഒന്നായിക്കൂടെ ഒന്ന് കൊണ്ടുപോയി. നേരല്ല. സ്കൂളിൽ ഭയങ്കര ടൈറ്റാണ്, ഓഫീസിൽ ഭയങ്കര ടൈറ്റാണ്. ഇത് പറഞ്ഞുകൊണ്ടല്ലോ 58ാമത്തെ വർഷം പിരിയുമ്പോന് 4 മാസം ലീവ് എടുക്കാൻ ബാക്കിയുണ്ടായിട്ട് എന്റെ മുന്നോ പിരിയലാണ്. 4 മാസം ലീവ് പെൻഡിങ് ആയിക്കാരം. എല്ലാവർക്കും വേണ്ടി ലീവ് എടുക്കും. സംഘടനക്കും പ്രസ്ഥാനത്തിനും ക്ലബിനും വേണ്ടി ലീവ് എടുക്കും. ബാപ്പാക്കും മാക്കും വേണ്ടി ലീവ് എടുക്കൂല. ഒരു 5 മിനിറ്റോലൊപ്പം വർത്താനം പറ, ലീവ് എടുക്കൂല. കപടന്മാരായി ജീവിക്കുന്ന ഞാനുങ്ങളും. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ മുന്നിലുണ്ടാവും. സ്വന്തം ബാപ്പാന്റെ ഇമ്മാന്റെ കാര്യം പറഞ്ഞെങ്കിലേ നിർബന്ധിച്ചെങ്കിലേ ചെയ്യുള്ളൂ. പ്രവാസികളായ എത്രയോ നല്ലവരായ സഹോദരങ്ങളുണ്ട്, സ്വന്തം ബാപ്പാനിമ്മാനെ പൊന്നുപോലെ നോക്കുന്നവർ. പക്ഷെ ആ കൂട്ടത്തിലുണ്ട്. ഞാൻ പ്രവാസി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് മാറി നിൽക്കണ ഓരോരുത്തരും. ബാപ്പാക്ക് അസുഖമായി, ഇവിടുന്ന് വിളിക്കാൻ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അർജന്റായിട്ട് വരണം. അവിടെ നിങ്ങോട്ട് മറുപടി, ബാപ്പാക്ക് ഇത് ഏർപ്പാടയിക്കണ്, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ ആള്, ഉമ്മാക്കിത് ചേരയിക്കണ്, വരൂല. അവിടുന്ന് ടിക്കറ്റ് എടുക്കൂല, വരൂല. ഞാൻ വരും. എങ്ങനെ അറിയോ? ചെങ്ങായിന്റെ കുട്ടിന്റെ കല്യാണത്തിന് സർപ്രൈസ് ഗൾഫിന്ന്. ചെങ്ങായിന്റെ കുട്ടിന്റെ കല്യാണത്തിന് സർപ്രൈസ് വീഡിയോ BGM ഒക്കെ ഇട്ടിങ്ങനെ വരും. അവനാന്റെ പെങ്ങളുടെ കുട്ടിന്റെ കല്യാണത്തിന്, പേരക്കുട്ടിന്റെ കല്യാണത്തിന് എയർപോർട്ടിൽ നിന്ന് നാട് വരെ ഐഫോണിൽ വീഡിയോ എടുത്തിങ്ങനെ വരും. ബാപ്പ അസുഖമായി കിടക്കുമ്പോ ബാപ്പാന്റെ അവസാനത്തെ ആഗ്രഹേനും ഉമ്മാന്റെ അവസാനത്തെ ആഗ്രഹേന് എന്റെ കുട്ടി ഒന്ന് കാണണല്ലോ, വർത്താനം പറഞ്ഞല്ലോ. വരൂല കൂട്ടരെ. ചങ്ങാതിമാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നമ്മൾക്ക് സമയമുണ്ട്, നേരുണ്ട്. ബാപ്പാക്കും ഉമ്മാക്കും നേരില്ല. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെന്താ അറിയോ? ഇദല്ലാഹു ഫീ റിദൽ വാലിദൈൻ. ബാപ്പാന്റെ ഇമ്മാന്റെ തൃപ്തിയിലാ പടച്ചോന്റെ തൃപ്തി. വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. ഉമ്മാനും ബാപ്പാനും തിരിഞ്ഞു നോക്കാത്തോനെ പടച്ചോൻ തിരിഞ്ഞു നോക്കൂല. എന്ത് വർത്തമാനം പറഞ്ഞിട്ടും കാര്യമില്ല, മൗലവിയായിട്ടും കാര്യമില്ല, ഖത്തീബായിട്ടും കാര്യമില്ല, നാടൻ പണിക്കാരനായിട്ടും കാര്യമില്ല, ഗൾഫിലോ നാട്ടിലോ ആയിട്ട് കാര്യമില്ല. പടച്ചോൻ തിരിഞ്ഞു നോക്കണമെങ്കിൽ ബാപ്പാന്റെ ഇമ്മാന്റെയും ബർക്കത്ത്, ബാപ്പാന്റെ ഇമ്മാന്റെയും സന്തോഷവും സമാധാനവും നമ്മളിലേക്ക് കിട്ടണം. അവിടെ പ്രാർത്ഥന കിട്ടണം. എന്നിട്ട് എന്താ അറിയോ? മരിച്ചാണ് കഴിഞ്ഞ നാടകാണ് തുടങ്ങും. ഇന്റെ ഫ്ലൈറ്റ് 2:45 നിങ്ങൾ 5 മണിക്ക് മറവയ്യല്ലിൻ, എനിക്ക് വേണ്ടി 8 കാത്തിക്കിൻ,
വരാൻ പറഞ്ഞിട്ട് വരാത്തോനെ. എന്നിട്ട് ഓൻ വരുന്നവരെ കാത്തുനിന്ന് മാരിബിസ്കാരത്തിന് ശേഷം കാത്തുനിന്ന് എന്നിട്ട് വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ഒലോളിച്ച് വരിക. പെണ്ണുങ്ങളിൽ നാട്ടുകാരും ബാപ്പ പോയി ഉമ്മ പോയി. ആരെ മുന്നിലാ ഈ കാപട്യം? ആരെ മുന്നില? എന്റെ കുട്ടിക്ക് സുഖല്ല എന്ന് ഗൾഫിലിരിക്കണ ഞാൻ അറിഞ്ഞ വണ്ടി എടുക്കൂല കൂട്ടാരെ, നാട്ടിക്ക് എടുക്കൂലേ? ബാപ്പിമ്മി 2ാം നമ്പർ അല്ല 5ാം നമ്പർ. എന്നിട്ട് വയല് കേട്ട് നൊലോളിക്കാൻ നമ്മൾ ഫസ്റ്റ്. നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരും കുറ്റം പറയാൻ ഫസ്റ്റ്. മക്കള് തെറ്റാരാണ്, മക്കള് കുറ്റക്കാരാണ്. നമ്മളെ ബാപ്പിമ്മിന്ന് എന്ത് പറഞ്ഞിട്ട് ഈ ദുനിയാവൊന്നും മരിച്ചുപോയത് ആലോചിച്ച് നോക്കി സൗങ്ങളെ. നമുക്കൊരു കാലം വരും, നമ്മക്കൊരു കാലം വരും, അൾഷിമേഴ്സി അമ്മക്കും വരും. മക്കളെ, അൾഷിമേഴ്സി അമ്മക്കും വരും. വർത്താനം പറഞ്ഞ് തിരിയാത്തൊരു കാലം നമ്മക്കും വരും. ഇന്റെ വാക്കല്ല ആവർത്തിക്കാൻ. അവലം നുഅമ്മിറുക്കും വനുനക്കിസുഹും ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. എല്ലാ അറിവുമുണ്ടായിട്ടും അറിയാത്തൊരു കാലം നിങ്ങൾക്കും വരും മക്കളെ. അള്ളാന്റെ വാക്കാണ്. ചെന്നി നമ്മക്ക് വരും, ബുദ്ധിയില്ലായ്ക നമ്മക്ക് വരും, തരിപ്പ് പോയിട്ട് നമ്മക്ക് വരും, ബ്ലീഡിങ് നമ്മക്ക് വരും, കിതപ്പ് നമ്മക്ക് വരും, പരസഹായം നമ്മക്ക് വരും. ആ സമയത്ത് നമ്മൾ ആലോചിക്കും, പഠിച്ചോനെ ഒരു കുട്ടിയെങ്കിലും എടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ, ഒരാളെങ്കിലും വർത്താനത്തിന് വന്നിരുന്നെങ്കിൽ, ഒരാളെങ്കിലും ഫോം വിളിച്ച് കാര്യം ചോദിച്ചിരുന്നെങ്കിൽ ഒറ്റ കുട്ടിനെ അല്ല തരൂല. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തെന്നറിയോ? ഞാൻ എന്റെ ചെറുപ്പത്തിൽ ബാപ്പാനിമ്മാനും എന്ത് ന്യായം പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത്, അതേ ന്യായാണ് എന്റെ കുട്ടികൾ പറയണത്. സോളെ മാറുക. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മരിച്ചു പോകുമ്പം കുറച്ചു കാലേ നമുക്ക് നമ്മളെ വാപ്പാനിമാന് കിട്ടുള്ളൂ. സന്തോഷത്തിൽ അവരോ നമ്മളോ യാത്ര പോകാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. ഞാൻ ഇനി വിദ്യാർത്ഥികളായ ചെറിയ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളോടും പറയാം. മക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, അന്ത്യനാളിന്റെ അടയാളമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം പറയട്ടെ. യഅതി അലന്നാസി സമാൻ. നമ്മുടെ മഹല്ലത്തെ ഒരൊറ്റ ആൺകുട്ടിയും പെൺകുട്ടിയും ഇതിൽ പെടരുത് എന്നുള്ളതുകൊണ്ട് പറയണം. ജനങ്ങൾക്കൊരു കാലം വരും. അതിന്റെ പ്രത്യേകത, യബറു റജുലു സ്വദീഖഹു. ചങ്ങായിമാരോട് ഭയങ്കരമായ അടുപ്പായിരിക്കും. വയജ്ഫു അബാഹു. ബാപ്പാനോടും ഉമ്മാനോടും വെറുപ്പായിരിക്കാരം. അന്ത്യനാളിന്റെ അടയാളമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ചങ്ങായിമാര് ഓല് ഒഴിവാക്കാൻ പറ്റില്ല. ഓല് തിക്ക് ഫ്രണ്ട്സാണ്, ഓല് കട്ട കമ്പനിയാണ്, ഓല് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനം. അതിനൊന്നും ഇസ്ലാമിൽ തെറ്റില്ല. പക്ഷെ അവർ നമുക്ക് ചെയ്തെന്ന കാര്യങ്ങൾ, നമ്മൾ അവരുടെ കമ്പനിയാകാൻ അവർ നമുക്ക് ചെയ്തുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതുക, എത്ര എണ്ണം ഉണ്ടാവും? എന്നിട്ട് പിന്നെ നമ്മൾ ആരോടാ തെറ്റണ അറിയോ? നമ്മളെ ബാപ്പാണ്ടുമാണ് തോന്നിയ പറയാം. ചങ്ങന്മാരോട് പറയാൻ പറ്റൂല, അങ്ങനെ ഒരു തെറ്റും. ബാപ്പാനിമ്മാനും എന്തും പറയാ, ചീത്തയും പറയാ, ഇറങ്ങിപ്പോക. ഓലോടൊന്നും പറയില്ല, കാരണം ഓലുണ്ടാവൂല. എന്തൊരു ഗുരുതരമായ അപകടമാണ് സംഘടനകള്. മക്കളോട് പറയും, മക്കളെ, നമ്മുടെ ഈ കൈ നമ്മൾ നമ്മളെ തന്നെ കരുതുക. ഈ കൈ ഒരാള് നമ്മളിങ്ങനെ നിൽക്കുമ്പം കൈ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു ചുറ്റി കൊണ്ട് ആഞ്ഞൊരൊറ്റ അടി അടിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാതെ അടിച്ച് ടക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോ ഇതിന്റെ മുക്കാഭാഗം പൊട്ടി നിൽക്കുകയാണ്. വേദന കൊണ്ട് കണ്ണിന്ന് കണ്ണീരാണ് വന്നു. രണ്ടാമത് അദ്ദേഹം വീണ്ടും അടിക്കാൻ വേണ്ടി ചുറ്റി ഓങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ഈ കൈ കൊണ്ട് തടുക്കും, കഴിയില്ലേ നമ്മൾ ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഓടും. അങ്ങനെ രണ്ടാമത്തൊരടി കയ്യിന് കിട്ടി, എല്ല് പൊട്ടാൻ നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളെ പ്രസവിക്കണ സമയത്ത് 21 അസ്ഥികൾ ഒന്നിച്ച് പൊട്ടണ വേദന നമ്മൾ അമ്മച്ച് സഹിക്കണേ. 21 മലം പുറത്തേക്കാണ് വരും, മൂത്രം പുറത്തേക്കാണ് വരും, ബ്ലഡ് പുറത്തേക്കാണ് വരും. നിങ്ങൾക്ക് അറിയോ, ഒരു ഭാര്യ നമ്മളമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പം 50-50 ചാൻസാണ് ജീവിക്കാനോ മരിക്കാനോ. ഉമ്മ മരിക്കാൻ റെഡിയായിട്ട് തന്ന ജീവനാ നമ്മളത്. അറിയോ നിങ്ങൾക്ക്? ഉമ്മ മരിക്കാനുള്ള റിസ്കിന് റെഡിയായിട്ട് തന്ന ജീവനാ നമ്മളത്. എന്നിട്ട് ആ ഉമ്മാനോടും പാപ്പാണ് നമ്മൾ ചിലക്കാ പോന്നൊക്കെ പറയുന്നത്.
ഒരു മനുഷ്യനങ്ങനെ ചെയ്യോ? 21 അസ്ഥി പൊട്ടുന്ന വേദനയും നമ്മളെ വേദന കണ്ടിട്ട് ശക്തമാകുമ്പോഴേ ഒരു സഹോദരി മനസ്സിൽ കരുതും, പടച്ചോൻ ഇനി പ്രസവിക്കാൻ വയ്യ, ഇന്നെക്കൊണ്ട് കയ്യൂല. കണ്ണിന്ന് കണ്ണീര് വന്ന് ആൾക്കാരെ മുന്നിൽ മലമൂത്രമൊക്കെ ചിലപ്പോ പോയി ബ്ലീഡിങ് വന്ന് അവസാന വേദനയുടെ പാരമ്യതയിൽ അള്ളാഹു നമ്മളെ കൊടുക്കും, നമ്മളെ വാപ്പാക്കും വാക്കും. ആ കുട്ടി പുറത്തേക്കാണ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നോക്കിയിട്ട് നമ്മളെ ചോരപ്പൈതലായി നമ്മളെ കണ്ടിട്ട് നമ്മളെ അമ്മയും ബാപ്പി പിന്നെന്താ പറയുക, പടച്ചോനെ ഇത്ര വേദന സഹിച്ചാലും എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിനെ തരികയാണെങ്കിൽ എത്ര ഞാൻ പ്രസവിക്കാൻ റെഡിയാണ് പടച്ചോനെ. ആ മക്കളെ ആ മക്കളാണ്. നിങ്ങളെ വെറുപ്പിക്കരുത് ദയവേത്. നമുക്കൊക്കെ ഞാൻ മുതിർന്നവരോട് അടക്കം പറയണം, 5 ടേറെടുത്താൽ എനിക്ക് പറയണമെന്നുണ്ട്, അതുകൊണ്ട് പറയാൻ. നമ്മളെ വാപ്പാനോടും വാപ്പിമ്മയൊക്കെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതേപോലെ കേൾവി ശക്തി ഉണ്ടാവില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. പെരീന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ വാപ്പയ്ക്ക് എവിടേക്കാ അദ്രമാനജി പോണത്, അപ്പൊ നമ്മളിങ്ങനെ പറയും വാപ്പ അങ്ങാടിക്കാണ്, അത് ഓല് കേൾക്കൂല, കേട്ടിട്ടുണ്ടാവില്ല. നമ്മള് ധാരണ നമ്മൾ പറഞ്ഞിക്കണല്ലോ എന്നാണ്, ഓല് കേട്ടിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വാപ്പ വീണ്ടും ചോദിക്കും, എടാ ഇജ്ജ് എവിടേക്കാ പോണത്, നമ്മളെ ട്യൂണ് മാറുട്ടോ. ബാപ്പ ഞാൻ അങ്ങാടിക്കാണ്, ട്യൂണ് മാറി, അതും ബാപ്പ കേട്ടിട്ടുണ്ടാവില്ല. കേക്കൂലങ്ങന്മാരെ അള്ള അങ്ങനെ ഉണ്ടാക്കിയത്. ഞമ്മക്കും അങ്ങനെ ഇക്കാരം കുറച്ച് കഴിഞ്ഞാല് 3-ാം വട്ടം വാപ്പാന്റെ ധാരയിൽ നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല, വാപ്പ കേട്ടിട്ടില്ല. ഇന്നേജ് എടുക്കാൻ പൊന്നാര വാപ്പ ഞാൻ അങ്ങാടിക്കണമെന്ന് ചരക്കാൻ നിന്നാണ് എവിടെ. എന്താ നിങ്ങൾക്ക് ചോദിച്ചിട്ട് കിട്ടണ്, ഞാൻ എവിടേക്ക് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പിച്ചോണ്ടിരിക്കണ്. നമ്മളുടെ വാപ്പയമ്മേ നമ്മുടെ രണ്ടാമതൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണ്. നമ്മളെങ്ങനെയും ചെറുപ്പത്തിൽ നിങ്ങൾ ആലോചിക്കും, നമുക്ക് കുട്ടികളില്ലേ, നമുക്ക് എല്ലാവർക്കും അല്ലേ, നമുക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ വാരിത്തരും. അമ്പിളിമാമന്റെയും പൂമ്പാറ്റിന്റെ ഒക്കെ കഥ പറഞ്ഞിട്ട്, പൂമ്പാറ്റ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും ഉമ്മച്ചിനോട്, ഉമ്മച്ചിയെ പൂമ്പാറ്റാന്ന് എന്താണ്? എണ്ണിക്കോളിട്ടോ, എണ്ണിക്കോളി മക്കൾ എണ്ണിക്കോളി, എത്ര ചോദ്യമാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞുതരും, ചിറകില്ലേ, വാലില്ലേ, കൊമ്പിള്ളേ, പറക്കണേ. ഉമ്മച്ചിയെ എന്തേ ഞമ്മക്ക് ചിറകില്ലാത്ത, ഉമ്മച്ചി എന്തേ എമ്മക്ക് വാലില്ലാത്ത, ഉമ്മച്ചി എന്തേ നമ്മൾ പറക്കാത്ത, ഉമ്മച്ചി ഞമ്മക്ക് എന്തേ അതിനേക്കാളും വലിപ്പമുള്ളത്, എന്തേ പൂമ്പാറ്റ ചെറുത്. 4 ചോദ്യം നമ്മൾ ചോദിക്കണ്, 5 ചോദ്യം ചോദിക്കണ്, 10ഉം 12ഉം ചോദ്യം അടുപ്പിച്ച് ചോദിച്ചു. തൊള്ള പൂട്ടിക്കാന്ന് പറഞ്ഞോ, അടിച്ചോ, വെറുപ്പിച്ചിണ്ട് പറഞ്ഞോ, ചുണ്ടടിച്ചോ, നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പിന്നെന്താ ചെയ്ത്? നമ്മളങ്ങനെ ഒക്കത്തെടുത്ത് മുറ്റത്ത് കൊണ്ടുപോയി പാറിക്കളിക്കണ പൂമ്പാറ്റനെ ചൂണ്ടിക്കാണിച്ചെന്നിട്ട് കവിളത്തൊരുമ്മ തന്നിട്ട് പറഞ്ഞു, ഇന്നിയെ ഇതാണ് പൂമ്പാറ്റാം, ഇതാണ് പൂമ്പാറ്റാം. അങ്ങനെ വളർത്തിയതാ നമ്മളെ, അങ്ങനെ വളർത്തിയതാ, കാണിച്ചെന്ന് വളർത്തിയതാണ്. ഇപ്പൊ നമുക്ക് രണ്ടാമത്തത്, ഞമ്മക്ക് സ്കൂൾക്ക് ഇറങ്ങാൻ നേരത്ത് ഉമ്മ ഇങ്ങനെ ചായ ഇങ്ങനെ ചൂടാറ്റുമ്പം, നമ്മക്ക് വേണ്ടി ചായ ചൂടാറ്റുമ്പം അതിനൊരു തുള്ളി യൂണിഫോമൊക്കെ ആയ തിരിഞ്ഞെന്നാണ്ട് ചൂടാകുക അല്ലേ. നിങ്ങൾ ഓരോ വാപ്പാണ് വെച്ചോക്കൊണ്ട് ബസ്സിന്ന് ഛർദിച്ചത്, പാമ്പേഴ്സ് ഇപ്പോഴല്ല തുടങ്ങി അല്ലേ, ബസ്സിന്ന് ഛർദിച്ചത്, കല്യാണപ്പേരിന്ന് നമ്മൾ അപ്പിട്ടത്, മൂത്രയിച്ചത്, ജലദോഷം വന്നിട്ട് വാപ്പാന്റെ വെള്ളശത്തുമൊക്കെ വന്നത്. എന്താണ് ഇത് കാട്ടണമെന്ന് മുഖം ഇങ്ങനെ മാറ്റിയോ? ഇല്ല. വാപ്പ വെള്ളശത്ത് ഇങ്ങനെ തുടക്കുമ്പം ആ മഞ്ഞക്കറ ഇങ്ങനെ ഉണ്ടാവും, അതിന്റെ കുട്ടി മൂത്രയിച്ചതാണ്, സാരല്ല, കുട്ടിയല്ലേ. ഇപ്പൊ ഞമ്മക്ക് ഓളെ നോക്കാനും വയ്യ, തിരിഞ്ഞു നോക്കാനും വയ്യ. അങ്ങനെ ഞാൻ അവസാനിപ്പിക്കാൻ, മരിക്കുന്ന മുന്നോരട്ടെങ്കിലും നമ്മളെ വാപ്പിയും നമുക്ക് ജീവനാണെന്നും ഓലെ നമുക്ക് സന്തോഷമാണ് നൽകണമെന്നും എനിക്കോലെ ഇഷ്ടാണെന്നും പറഞ്ഞിട്ട് മരിക്കാനെങ്കിൽ നമ്മൾ റെഡിയാണ്. ഞാൻ അതൊരു വൈകാരികമായിട്ട് പറയല്ല, നമ്മളെ നാവുകൊണ്ട് മക്കളോട് പറയണം. നമുക്ക് കളിക്കാർ ഇഷ്ടപ്പെട്ടോലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നമുക്കറിയണ ചെങ്ങായിമാരെ നമ്മൾ ഇഷ്ടപ്പെട്ടോല് പറയുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. എന്റെ വീട്ടിക്ക്, നിങ്ങളെ വീട്ടിക്ക് നമ്മളെ ഫ്രണ്ട്സ് വരികയാണ്, 11:30 വരും എന്ന് പറഞ്ഞു. ഞാൻ വിദ്യാർത്ഥിയോടെ പറഞ്ഞു, 11:30 നമ്മളെ വീട്ടിക്ക് നമ്മളെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വാപ്പിമ്മയും എന്റെ കുട്ടിന്റെ കൂട്ടുകാരാണല്ലോ വരുന്നത് എന്നുള്ളതുകൊണ്ട് വീട് മൊത്തം വൃത്തിയാക്കി, ഇങ്ങോട്ട് ചെറിയ സ്നാക്സും ജ്യൂസൊക്കെ ഉണ്ടാക്കി നമ്മളെ ചങ്ങായിമാരൊക്കെ വീട്ടിൽ വന്നു. വാപ്പിമ്മി ആദരിച്ചിരുത്തി, ഓൾക്ക് വെള്ളം കൊടുത്ത്, സ്നാക്സ് കൊടുത്ത്, എല്ലാം കൊടുത്ത്. ഒരു 12 മണിയായപ്പം വാപ്പ അമ്മ ഞങ്ങൾ ഇറങ്ങാണ്, അടുത്ത പരീക്ക് പോകാണ്ടെന്ന് പറഞ്ഞപ്പം, അല്ലെന്നേ നിങ്ങൾ വരുന്ന കണ്ടിട്ട് ഞങ്ങൾ ചെറിയ നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് കഴിച്ചു പോകണം. ഇല്ല വാപ്പ അമ്മ, ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ പോകാണ്ട്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പോകാൻ നേരത്തെ നമ്മളോട് വന്നിട്ട് പറയാട്ടോ, മക്കളെ നമ്മളോട് വന്നിട്ട് പറയാൻ, എടാ എന്റെ വാപ്പിമ്മി എന്തൊരു നല്ല വാപ്പിമ്മയാണ്, ഞങ്ങൾ വരുമ്പോത്തിന്
വീടൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ കുടിക്കാനുള്ള ജ്യൂസും സ്നാക്സൊക്കെ ഉണ്ടാക്കി തന്ന് എന്ത് നല്ല ബാപ്പിമ്മയാണ്. നമ്മളെ 10-25-35 കൊല്ലമായിട്ട് നമുക്ക് 4 നേരം ഫുഡ് ഉണ്ടാക്കി തന്നെ നമ്മളെ വാപ്പാനിമാനും പറ്റി. ഒറ്റ വട്ടെങ്കിലും ഒരു മനുഷ്യനോട് എന്റെ വാപ്പിമ്മ നല്ല വാപ്പിയാണ്, എന്റെ ഉമ്മ നല്ലൊരു ഉമ്മയാണ് ഒരു തവണ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നാവെന്തിന്റെ കുട്ടിനെ പറ്റിയ? എല്ലാരെ പറ്റി പറയാൻ നമുക്ക് നാവുണ്ട്. കളിക്കാരി, രാഷ്ട്രീയമൊക്കെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു റസൂലും കഴിഞ്ഞ് നമ്മളെ നെഞ്ച്, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവനേക്കാൾ ജീവൻ നമ്മളെ വാപ്പിമ്മയാണ്. ആ ബാപ്പാനിമ്മാനും എന്തൊക്കെ അനുസരിച്ചോ ഹൈറല്ലാതെ വരൂല. അമ്മാരെ നിങ്ങളോലെ നോക്കിയോ, ഭാര്യമാരെ നിങ്ങളോലെ നോക്കിയോ, ദുനിയാവിൽ കുറച്ച് ഭൗതികമായ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് സ്വർഗം കാത്തുവെക്കാൻ, നമുക്ക് വേണ്ടി അള്ളാഹ് സ്വർഗം കാത്തുവെക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, കത്തിയാള നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരെ നന്നായി നോക്കുവാനും അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുവാനും അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരുവാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഇല്ലാത്ത ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ, ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, ഇടപാടിൽ ഞങ്ങളുടെ മാതാപിതാക്കളോട് വിഷമമുണ്ടാക്കുന്ന വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, വദൂദായ നാഥ നീ ഞങ്ങൾക്കത് പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.